സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ ചിത്രം കാണാൻ? ഹൊറർ ജോണറിൽ അധികം സിനിമകൾ ഉണ്ടാകാത്ത ഇൻഡസ്ട്രിയാണ് മലയാളം. ഉണ്ടായ സിനിമകളിൽ പലതും തന്നെ കോമഡിയുടെ സഹായത്തോടെ എത്തിയത്. എസ്ര മാത്രമായിരുന്നു ഇതിന് വിപരീതം. എങ്കിലും എസ്രയെയും പേടിച്ചവർ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കാണാൻ പറ്റിയ ഒരു ചിത്രത്തെപ്പറ്റിയാണ് ഈ വീഡിയോ. ലൈറ്റ്സ് ഔട്ട്. ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ എസ്രയെക്കാട്ടിലും ഏറെക്കുറവ്. വമ്പൻ താരങ്ങൾ ആരും തന്നെയില്ല. എങ്കിലും ഈ ചിത്രം നിങ്ങളെ ശരിക്കും ഭയപ്പെടുത്തും. ഒറ്റയ്ക്കിരുന്നാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ പലപ്പോഴും TV അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓഫ് ചെയ്യാനും നിങ്ങൾക്ക് തോന്നും. ലൈറ്റ് അണയുമ്പോൾ മാത്രം പ്രത്യക്ഷയാകുന്ന ഒരു രൂപം, ഡയാന. മാർട്ടിൻ എന്ന ബാലൻ. അവൻ്റെ അമ്മ ഒരു ആത്മാവുമായി എന്നും സംസാരിക്കുന്നു. അമ്മയുടെ ഈ പ്രകൃതമാണ് മകൾ വീട് വിട്ടുപോകാൻ കാരണം. സോഫിയെ ആത്മാവിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചവരെല്ലാം മരണത്തിന് ഇരയായിട്ടുണ്ട്. ഒടുവിൽ തൻ്റെ സഹോദരൻ മാർട്ടിനെ രക്ഷിക്കാൻ വീട് വിട്ടുപോയ റെബേക്ക തിരിച്ചെത്തുന്നു. അവൾ ഡയാന എന്ന ആത്മാവും അമ്മയും തമ്മിലുള്ള ബന്ധമറിയാൻ ശ്രമിക്കുന്നു. ഭയപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കുന്നത്. കഥയിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല, കണ്ടു തന്നെ അറിയുക. പതിവ് ഹൊറർ ചിത്രങ്ങൾ പോലെ ബാധയൊഴിപ്പിക്കലോ എസ്ഒയിസമോ ഒന്നും ലൈറ്റ്സ് ഔട്ടിൽ ഇല്ല. 120 മിനിറ്റ് ശ്വാസം അടക്കി പിടിച്ച് കാണാൻ മാത്രം സാധിക്കുന്ന ഹൊറർ ത്രില്ലർ. തെരേസ പാൽമറാണ് ചിത്രത്തിൽ റബേക്കയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡേവിഡ് എഫ് സാൻബർഗ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.